ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവന് ഏറെ പവിത്രത നൽകിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെയോ ആ അവകാശത്തെ ഇല്ലാതാക്കുവാനോ അവന്റെ ജീവൻ ഹനിക്കുവാനോ ഒരാൾക്കും അനുവാദം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും അങ്ങനെ ജീവൻ എടുക്കുന്നുണ്ടെങ്കിൽ, കൊലപാതകം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ കുറ്റമായിക്കൊണ്ടും നരകം കിട്ടുന്ന ഒരു കാരണമായിക്കൊണ്ടും ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയേറെ ഗൗരവത്തിലാണ് ഇസ്ലാം കൊലപാതകത്തിനെ കാണുന്നത്. എന്നാൽ ഇന്നത്തെ ആധുനിക സമൂഹത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിസ്സാരമായ കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരവസ്ഥ, യാതൊരു പ്രയാസവുമില്ലാതെ, യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ആളുകളെ കൊലപ്പെടുത്തുന്ന അവസ്ഥ കുറച്ച് ദിവസങ്ങളായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ പണ്ട് കാലത്ത് നാട്ടിലൊരു കൊലപാതകം നടക്കുകയാണെങ്കിൽ ആ നാട്ടിലൂടെ ആളുകൾ പോകുമ്പോൾ പോലും
ആ നാട്ടിൽ അന്നൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഇന്ന ഒരു നാട്, നമ്മളിപ്പോ ഈ പോകുന്ന ഈ നാട്ടിലാണ് അന്ന് രണ്ടാൾക്കാരെ കൊന്നില്ലേ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയേണ്ടതില്ലാത്ത വിധം എല്ലാ നാടുകളിലും സുലഭമായിക്കൊണ്ട് ഒന്ന് തീരുമ്പോഴേക്ക് ഒന്ന് എന്ന നിലക്ക് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും, സർവ്വസാധാരണമായി കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഞാൻ ഈ വാചകം പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള വാർത്തകളും നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളുമൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലും ധാരാളമായിക്കൊണ്ട് യാതൊരു പ്രയാസമില്ലാതെ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിനെ കുറിച്ചും അന്ത്യനാളിന്റെ അടയാളങ്ങളും വിശദീകരിച്ചപ്പോ ആ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നത്. ഓരോ ദിവസം കൂടുന്തോറും കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ തദ്ഹബു ദുനിയ, ഈ ദുനിയാവ് കഴിഞ്ഞു പോകുകയില്ല. ഹത്താ യഅതി അലന്നാസി യൗമൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാതെ, ജനങ്ങൾക്കൊരു ദിവസം വരാതെ അന്ത്യനാളും സംഭവിക്കുകയില്ല. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? ലാ യദിരിൽ ഖാതിലു ഫീമ ഖതൽ വലൽ മഖ്തൂലു ഫീമ ഖുതിൽ, കൊന്നവൻ അറിയൂല എന്തിനാ കൊന്നത് എന്നുള്ളത്, കൊല്ലപ്പെട്ടവൻ അറിയൂല എന്തിനാ ഞാൻ മരിച്ചത് എന്നുള്ളത്. രണ്ടും അറിയാത്തൊരവസ്ഥയിലേക്ക് ഈ ലോകം എത്താതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പറയപ്പെട്ട കാരണങ്ങളെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായ കൊലപാതകങ്ങൾ, മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, വ്യക്തിപരമായ ഹത്യകൾ അല്ല വ്യക്തിപരമായ കൊലപാതകങ്ങൾ, എന്തിനും ഏതിനും ആയുധമെടുക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ലോകം അല്ല നമ്മുടെ നാട് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. എന്നാൽ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു വിഷയം തെരഞ്ഞെടുക്കുന്നു? ഒരു ഖുതുബക്ക് കൊലപാതകത്തെ കുറിച്ച് പറയണോ? കാരണം നമ്മൾ ആരും കൊലപാതകം നടത്തുന്നവരല്ല, അങ്ങനെ ആഗ്രഹിക്കുന്നവരുമല്ല. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കൊലപാതകങ്ങളുടെ എല്ലാ പാറ്റേണുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം 3 തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതിൽ ഒന്ന് വ്യക്തമായ ആസൂത്രണത്തോടുകൂടി ചെയ്യുന്ന കാര്യം. ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള വെറുപ്പിന്റെ കാര്യത്തിൽ, അയാളുടെ ആശയത്തോടുള്ള വെറുപ്പിന്റെ കാര്യത്തിൽ, അയാളുടെ പാർട്ടി നിലപാടുകളോടുള്ള വെറുപ്പിന്റെ കാര്യത്തിൽ ഒരു പക്ഷേ വ്യക്തമായ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാൾ പോകുന്ന സ്ഥലവും ഇരിക്കുന്ന സ്ഥലവും എല്ലാം നോക്കി ആളെ ഏൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന കൊലപാതകങ്ങൾ, വ്യക്തമായ ആസൂത്രണം, പ്ലാനിംഗ് ഉണ്ടാകും ഇവിടെ. അതാണ് ഒന്നാമത്തെ കൊലപാതകം. രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ വ്യക്തമായ നിലപാടുകളോ അല്ലെങ്കിൽ പദ്ധതിയൊന്നും ഉണ്ടാവില്ല, ഒരു വൈകാരികതയിൽ ഉണ്ടായതാണ്. രണ്ടാള് തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി, ആ തർക്കം വല്ലാതെ കൂടി, കിട്ടിയ ഒന്നെടുത്തുകൊണ്ട് അടിച്ചു, അതും കൊലപാതകം തന്നെയാണ്. പക്ഷേ പ്രത്യേകമായ മോട്ടീവൊന്നുമില്ല, പ്രത്യേകമായ പദ്ധതിയൊന്നുമില്ല, ഒരു പ്രത്യേക ദേഷ്യത്തിൽ ആ ഒരു വൈകാരിക നിമിഷത്തിലുണ്ടായ ഒന്നാണ്. ഈ രണ്ടുമല്ലാതെ മൂന്നാമത്തൊന്നുണ്ട്. ഒരു പക്ഷേ പല ആളുകൾക്കും അത് കൊലപാതകമാണെന്ന് പോലും അറിയില്ല, ആ ചെയ്യുന്നത് ജീവനെ ഇല്ലാതാക്കലാണെന്നറിയൂല. നമ്മുടെ നാട്ടിൽ അബോർഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ന് ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അബോർഷൻ ചെയ്യുന്ന ആളുകൾ മതപരമായി അതും ഒരു കൊലപാതകം തന്നെയാണ്, നമുക്ക് വിശദീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്നതും അതിന് വ്യത്യസ്തമായ തലങ്ങളുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കൊലപാതകത്തിന്റെ ചരിത്രം ആദ്യം മനസ്സിലാക്കണം. എന്തായിരുന്നു കൊലപാതകത്തിന്റെ ചരിത്രം? അത് ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, മറിച്ച് ആ ഒരു ചരിത്രത്തിനെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്കിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഈ വിഷയത്തിലേക്കൊക്കെ നമ്മുടെ നിലപാടുകൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം വിശുദ്ധ ഖുർആനും പറഞ്ഞു. ഹാബീലും ഹാബീലും
ആ 2 മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരാൾ നല്ല രൂപത്തിൽ അത് ചെയ്തു. ആ നല്ല രൂപത്തിൽ ചെയ്ത ആളുടെ പ്രവർത്തനങ്ങൾ ഖുർബാൻ അല്ലാഹു സ്വീകരിച്ചു, അയാളുടെ ബലി അല്ലാഹു സ്വീകരിച്ചു. എന്നാൽ മറ്റേവന്റെ അല്ലാഹു സ്വീകരിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ, ഈ വ്യക്തിയോടുള്ള അസൂയ കാരണത്താൽ, തന്റെ സഹോദരനോടുള്ള വെറുപ്പ് കാരണത്താൽ സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തി. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ഞാൻ ഈ ചരിത്രമൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം നമുക്കെല്ലാവർക്കും പരിചയം ഉണ്ടാകും. പക്ഷേ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമൻ ഇല്ലാ കാന അല ഇബ്നി ആദമ കിഫ്ലൻ മിൻ ദമിഹാ വദാലിക ലിഅന്നഹു അവ്വലു മൻ അസന്നൽ ഖത്ൽ. ലോകത്ത് ഒരു കൊലപാതകവും നടക്കൂല. ലോകത്ത് എവിടെയെല്ലാം കൊലപാതകം നടക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ആ കൊലപാതകത്തിന്റെ ഒരു ഓഹരി ഒന്നാമത്തെ കൊലയാളിക്ക് എത്തപ്പെടാതെ, ഒന്നാമത് കൊന്ന വ്യക്തിക്ക് അതിന്റെ ഓഹരി കിട്ടാതെ ഒരു കൊലപാതകം നടക്കുന്നില്ല. എവിടെയെല്ലാം കൊലപാതകം നടക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ കുറ്റം അയാൾക്ക് കൂടിയുണ്ട്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു വാചകം പറഞ്ഞു? അന്ന് അയാൾ ചെയ്തത് അത്ര നിസാരമായ ഒരു കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്തലാണ്. കൊലപാതകം എന്നുള്ളത് ഒരു നിസാരമായ കാര്യമല്ല. അത് സർവ്വസാധാരണമായി നടക്കുന്നു എന്നതുകൊണ്ട് അത് നിസാരമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിൽ പ്രധാനമായി നമ്മൾ പറയുന്നത് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെ പ്രധാനമായ 4 കാരണങ്ങളും അതിന്റെ 4 പരിഹാരങ്ങളും. അതിൽ ഒന്നാമത്തെ കാരണം, കൊലപാതകങ്ങൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാരണം അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റിന്റെ ഗൗരവം എത്ര വലുതാണ്, അത് നിസാരമായ ഒരു കാര്യമല്ല. ആ ഒരു അറിവില്ലായ്മയാണ് ഒട്ടുമിക്ക കൊലപാതകങ്ങളുടെയും ഒന്നാമത്തെ കാര്യം. കാരണം വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണീറ്റുള്ളത്. കൊലപാതകം നടത്തുക എന്നുള്ളത് വലിയ ഒരു തെറ്റ്, നിസാരമല്ല, ചെറുതല്ല, വലിയ ഒരു കുറ്റം. ആ നിലക്കാണ് എണ്ണിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നോക്കൂ, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും. ഖുൽ നബിയേ പറയുക, തആലൂ നിങ്ങൾ വരൂ, അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്, ഹറാമാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തരാം, വിവരിച്ചു തരാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണേ. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തല്ലേ. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്. കാരണം നിങ്ങൾക്കും അവർക്കും സമ്പത്ത് നൽകുന്നതും ഭക്ഷണം നൽകുന്നതും ഒക്കെ നാമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ, ഈ ഒരായത്തില് അല്ലാഹു കുറേ കാര്യങ്ങൾ എണ്ണിയിട്ട് അതിന്റെ അവസാനത്തിൽ വീണ്ടും പറയാം. ആദ്യം മക്കളുടെ കാര്യം എണ്ണി പറഞ്ഞു, എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സ് വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ള, പരിപാവനമാക്കിയിട്ടുള്ള ഒരു ജീവനെ നിങ്ങൾ എടുക്കാൻ പാടില്ല. അല്ലാഹു അത്ര ഗൗരവത്തിൽ പറഞ്ഞു. നമുക്കൊരു യോഗ്യതയില്ല, എടുക്കാൻ പറ്റൂല. ഒരാൾക്കും അയാളുടെ പ്രതികാരം തീർക്കാൻ പറ്റൂല. ഒരാളെ കൊന്നുകൊണ്ട് പ്രതികാരം ചെയ്യുക എന്നുള്ളത്, ഇല്ലാതാക്കുക എന്നുള്ളത്, ജീവൻ എടുക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എണ്ണി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇജ്തനിബൂ അസ്സബഅൽ മൂബിഖാത്ത്. 7 വൻപാപങ്ങളെ കുറിച്ച് അത് നിങ്ങൾ വിട്ടു നിൽക്കണം. 7 വൻപാപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. എന്നിട്ട് പറയാണ്, നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കണം, ഏറ്റവും ഗൗരവപ്പെട്ടതാണ്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ഹുന്ന, അല്ലാഹുവിന്റെ റസൂലേ ഏതാണ് ആ 7? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, വസ്സിഹർ, സിഹർ ചെയ്യലാണ്, മൂന്നാമത്തെ എന്താണെന്നറിയോ, വഖത്ലുൻ നഫ്സ്, ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്, അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയിട്ടുള്ള ഒന്നിനെ. ആ വാചകം വീണ്ടും വീണ്ടും പറയാം. അല്ലാഹു പരിപാവനമാക്കിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവൻ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എടുക്കാൻ പാടില്ല.
അത് വൻ പാപമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ഇത് കേൾക്കുമ്പോ കൊലപാതകം ചെയ്യൽ മാത്രമാണ് ഇസ്ലാമിലെ തെറ്റെന്ന് വിചാരിക്കും. അല്ല, കൊലപാതകത്തിന്റെ തുടക്കം ഒരുപക്ഷേ ഒരു ആയുധം കൊണ്ടുള്ള ചൂണ്ടലായിരിക്കും, ഒരുപക്ഷെ തമാശക്കായിരിക്കും, സംസാരം വല്ലാതെ മുറുകിയപ്പോ കിട്ടിയ ഒരു ആയുധം വെച്ചുകൊണ്ട് ചൂണ്ടിയതായിരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? മൻ അശാറ ഇലാ അഖീഹി ബിഹദീദ, ആരെങ്കിലും തന്റെ സഹോദരന്റെ നേരെ ഒരു ആയുധം അതുകൊണ്ട് വെറുതെ ഒന്ന് ചൂണ്ടിക്കഴിഞ്ഞാൽ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ വഇൻ കാന അഖാഹു ലി അബീഹി വ ഉമ്മിഹി, മലക്കുകളുടെ ശാപം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വളരെ നിസാരമായി കാണുന്ന കാര്യം. ഒരു പക്ഷേ വീട്ടിലിങ്ങനെ ഭാര്യയും ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കെ ഭാര്യ ചിലപ്പോ കത്തികൊണ്ട് പലതും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കായിരിക്കും. ആ സമയത്ത് ഭർത്താവ് എന്തോ പറയുമ്പോഴേക്ക് ഭാര്യ ഇങ്ങനെ കത്തി ചൂണ്ടിക്കൊണ്ടത്, ആ കയ്യിൽ കത്തിയാണ്, ആലോചിച്ച് സംസാരിച്ചോ, തമാശക്ക് പറയണതാണ്. പക്ഷേ മലക്കുകളുടെ ലഅനത്ത്, ശാപത്തിന്റെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. വാപ്പാന്റെ കയ്യിൽ വല്ല ആയുധം പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കൾ വല്ലതും പറയുമ്പോ കയ്യിലിതാ ആയുധമാണ്, ഞാനൊരു എറിയും. തമാശക്ക് പറയുന്നതായിരിക്കാം, ഒരിക്കലും അറിയാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? മലക്കുകളുടെ ശാപം കിട്ടുന്ന കാര്യം. മലക്കുകളുടെ ശാപം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സമാധാനം കിട്ടുന്ന ഒന്നാവൂല, അങ്ങേയറ്റം പ്രയാസം ലഭിക്കുന്നതായിരിക്കും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കൊലപാതകങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന്, ഈ പറയപ്പെട്ട കൊലപാതകത്തിന്റെ ഗൗരവത്തെക്കുറിച്ചോ അതിന് കിട്ടുന്ന ശിക്ഷകളെക്കുറിച്ചോ നാളെ പരലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ചോ അറിയാത്തത് കൊണ്ടാണ്, അറിവില്ലായ്മയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ചില സാഹചര്യങ്ങൾ. നമ്മൾ ഒട്ടുമിക്ക കൊലപാതകങ്ങൾ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ആളുകൾ കൊലപാതകം പെട്ടെന്നുണ്ടാകുന്ന ദേശത്തിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ വൈകാരികമായ നിമിഷത്തിലുള്ള അവസ്ഥയായിരിക്കാം. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ സാഹചര്യങ്ങൾ എത്തപ്പെടുന്ന ചില രംഗങ്ങളുണ്ട്. അതിൽപ്പെട്ട അതിന് കാരണമാകുന്ന, അതിന് വളം വെക്കുന്ന ഒന്നാണ് സിനിമകൾ. ഈ അടുത്ത കാലത്ത് മലയാളക്കരയിൽ ഇറങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും വയലൻസിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു അത്രേ. ഈ അടുത്തൊരു പുസ്തകത്തിൽ വായിച്ചതാ, ഒരു കണ്ടന്റ് വായിച്ചതാ, ഒരു സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ട്. ഇന്നത്തെ മലയാള സിനിമകൾ എല്ലാ അർത്ഥത്തിലും എല്ലാ തോന്നിവാസങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്നതാണത്രേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ആളുകൾ. മുസ്ലിം പേരുള്ള ആളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിം പേരുള്ള ആളുകൾ സംവിധാനം നടത്തുന്നു, മുസ്ലിം പേരുള്ള ആളുകൾ നിർമ്മാതാക്കളാകുന്നു, മുസ്ലിം പേരുള്ള ആളുകൾ പാട്ടുകാരാകുന്നു, മുസ്ലിം പേരുള്ള ആളുകൾ പിന്നെ ഞാനെന്തിന് മാറി നിൽക്കണം, എല്ലാവരും അതിന്റെ ആളുകളായി മാറുന്നു. എന്നിട്ടോ ആ കാണുന്ന സിനിമകൾ അവരുടെ ജീവിതത്തിലേക്ക് അഭിനയിച്ചു കൊണ്ടുവരിക. പല ആളുകളും റീല് ചെയ്തുകൊണ്ട്, പല ആളുകളും അവരെ കൊണ്ട് അവരുടെ മൊബൈലിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പറച്ചിലെന്താ? സിനിമയെ സിനിമയായി കണ്ടാൽ മാത്രം മതി. അതൊന്നും ശരിക്കല്ല, അത് കേവലം അഭിനയമല്ലേ. സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്തതായിട്ട് കാണാൻ കഴിയും? തിന്മകളല്ലാതെ മറ്റൊന്നുമില്ല. ആ തിന്മകൾ അല്ലെങ്കിൽ ആ സിനിമകൾ ഓരോ കുട്ടിയെയും സ്വാധീനിക്കുന്ന രംഗങ്ങളുണ്ട്. പല ആളുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ അത്തരത്തിലുള്ള ഡയലോഗുകൾ പോലും നമ്മുടെ പാലക്കാട് നമ്മൾ കേട്ടു. സ്വന്തം ഗുരുനാഥന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ എന്തായിരുന്നു? ആ വാക്ക് ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളെ പുറത്തേക്കിറങ്ങിയാൽ ഞങ്ങൾ തീർക്കുമെന്ന് പറയുന്നൊരവസ്ഥ, നിങ്ങളെ പിന്നെ ആ രൂപത്തിൽ നിങ്ങളുടെ ജീവൻ ഇല്ലാതാക്കുമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക്. ഞാൻ ആ കുട്ടിയെ ആക്ഷേപിക്കാനല്ല പറയുന്നത്. എവിടുന്ന് കിട്ടി ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ധൈര്യം? എവിടുന്ന് കിട്ടി ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ? എവിടുന്ന് കിട്ടി ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ? നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ കണ്ട സിനിമകളിലെ നായകന്റെ വാക്കുകൾ, ആ വാക്കുകളാണ് അവനെ സ്വാധീനിക്കുന്നത്. ഇനി സിനിമകൾ മാത്രമാണോ? അല്ല. മക്കൾ കളിക്കുന്ന ഗെയിമുകളുണ്ട്. ഒട്ടുമിക്ക ഗെയിമുകളും ആളുകളെ കൊല്ലാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നതാണ്. GTA എന്ന് പറയുന്ന ഗെയിമുണ്ട്, ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമുണ്ട്, PUBG എന്ന് പറയുന്ന ഗെയിമുണ്ട്. ഒരു പക്ഷേ പല ആളുകൾക്ക് പരിചയം ഉണ്ടാകും. നമ്മുടെ മക്കളിൽ പല ആളുകളും അത്രയൊന്നും ഗൗരവമില്ലാതെ അതൊക്കെ കളിച്ചോ എന്ന് നമ്മളും പറയും. എന്തെങ്കിലും കുറച്ചു നേരം കളിച്ചോട്ടെ. എന്നാൽ എന്താണ് അതിന് പഠിപ്പിക്കുന്നത്? ആ കളിയുടെ വിജയം എങ്ങനെയാണ്? ഒരാൾക്ക് എങ്ങനെയാ പോയിന്റ് കിട്ടുന്നത്? ഓരോ സ്റ്റേജ് കയറുന്നത് എപ്പോഴാ?
എത്ര ആളുകളെ കൊല്ലുന്നുണ്ടോ ടാർജറ്റ്. ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്ര ആളെ കൊല്ലണം, അല്ലെങ്കിൽ ഇന്ന ആളെ കൊല്ലണം, ഇത്ര ആളുകളെ കൊലപ്പെടുത്തണം. ആ കൊലപ്പെടുത്തുന്നതിന്റെ അനുസരിച്ചുകൊണ്ട് ഒരു പക്ഷേ അയാൾ മരിച്ച അയാളുടെ രക്തത്തുള്ളി തെറിക്കുന്ന സമയത്ത് പോലും അവന്റെ സ്ക്രീനിൽ ഇങ്ങനെ അടയാളം കാണുന്ന പോയിന്റുകൾ ഇങ്ങനെ കൂടുന്നതായിട്ട് ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാ. ആ കുട്ടിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? കൊലപാതകം പ്രശ്നമല്ല, ഞാൻ വാപ്പാന്റെ മുന്നിൽ വെച്ചിട്ടാ കൊല്ലുന്നത്, തമാശക്കാണ്, കളിയാണ്. ശരി, പക്ഷെ ആ കളി ഒരു പക്ഷെ നമുക്ക് കളിയായിട്ട് തോന്നാം, കുട്ടിയുടെ പിന്നീടുള്ള ജീവിതത്തിൽ അത് കളിയാവണമെന്നില്ല. അതുകൊണ്ടാണ് ഗെയിം വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയെ കൊന്നത്. അതുകൊണ്ടാണ് മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ഉമ്മയുടെ തലക്കടിച്ചു കൊന്നത്. അതുകൊണ്ടാണ് വാപ്പയെ കൊന്നത്. എത്ര എത്ര വാർത്തകൾ നമ്മൾ കേട്ടു. കാരണം അവർ അത്രത്തോളം അതിൽ അഡിക്റ്റായി മാറി. നമ്മുടെ സമൂഹം ഇതൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല. അത് കുട്ടികളല്ലേ, അത് ചെറുപ്പക്കാരല്ലേ, അതൊരു തമാശയല്ലേ, അതൊരു കളിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും നിസാരവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായ കാര്യം. അതുപോലെ തന്നെ വീഡിയോകൾ, പല ആളുകളും നടത്തുന്ന കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ ചെയ്യാ എന്ന് മാത്രമല്ല അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നൊരവസ്ഥ. ഇങ്ങനെ ഒട്ടേറെ കാഴ്ചകൾ, സാഹചര്യങ്ങൾ നമ്മുടെ മക്കൾക്കും യുവാക്കൾക്കും അല്ല ഓരോ വ്യക്തികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളെ കൊല്ലാന്ന് മാത്രമല്ല, ഒരാളെ കൊല്ലണമെന്ന ആഗ്രഹം പോലും ഒരാളെ നരകത്തിലെത്തിക്കും. ഒരാളെ കൊല്ല എന്ന് മാത്രമല്ല, മറ്റൊരാളെ കൊല്ലണം, കിട്ടിയ ഒരു ചാൻസ് കിട്ടിയാൽ അവനെ തീർക്കണം, ആ ഒരു ചിന്ത, മനസ്സിലുള്ള ആഗ്രഹം പോലും ഒരാളെ നരകത്തിലെത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം ചൂണ്ടി ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാണ്. കൊന്നവനും നരകത്തിൽ, കൊല്ലപ്പെട്ടവനും നരകത്തിൽ. ആ സമയത്ത് സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കൊന്നവൻ നരകത്തിലാണ്, പക്ഷെ കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിലാകും? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ഖദ് അറാദ ഖത്ല സ്വാഹിബിഹി, അവന്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നതെന്നറിയോ? തന്റെ സഹോദരനെ കൊല്ലണമെന്ന, തന്റെ കൂട്ടുകാരനെ കൊല്ലണമെന്ന ആ ആഗ്രഹം. അവന് ചാൻസ് കിട്ടാത്തത് കൊണ്ടാ. ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അവനും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അവനും നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുണ്ട് ഇതിന്. ചിലപ്പോഴൊക്കെ ചില ആളുകളോടുള്ള വെറുപ്പ് കാരണം വാഹനം ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നും, ഒന്ന് അങ്ങോട്ട് കയറ്റിയാലോ, അവനെ ഒന്ന് കിട്ടിയ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് അങ്ങനെ ചെയ്താലോ. തോന്നലുകൾ പോലും പാടില്ല എന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാളെ കൊല്ലുക എന്നുള്ളതോ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടുക അല്ലെങ്കിൽ ആയുധം ചൂണ്ടുക എന്നല്ല, ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇതേ മതത്തിനെയാണ് പല ആളുകളും തീവ്രവാദത്തിന്റെ മതമാണ്, ഭീകരവാദത്തിന്റെ മതമാണ്, ആളുകളെ കൊല്ലുന്ന മതമാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. ഇനി നമ്മൾ കൊലപാതകങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മൂന്നാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ. ആ അന്ധവിശ്വാസങ്ങളാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക കൊലപാതകങ്ങളുടെയും ഒരു മോട്ടീവ് എന്ന് കാണാൻ പറ്റും. ഏതോ ഒരു ജ്യോത്സ്യന്റെ വാക്ക്, ഏതോ ഒരു മന്ത്രവാദിയുടെ വാക്ക്, ആ വാക്ക് കേട്ടുകൊണ്ട് നരബലി നടത്തുന്ന ആളുകൾ, സമാധി നടത്തുന്ന ആളുകൾ, സ്വന്തം കുടുംബത്തിലോ അയൽപക്കത്തിലോ ഉള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന ആളുകൾ. നമ്മുടെ കേരളക്കരയിൽ എന്താ ഈ കേരളത്തിന്റെ പ്രത്യേകത? മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകൾ, എഡ്യൂക്കേഷനിലുള്ള ആളുകൾ ഇതാ പറയുന്നത്. പക്ഷെ എല്ലാ അറിവുണ്ട്, അന്ധവിശ്വാസമാണ് കൂടുതൽ എന്ന് മാത്രം. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഒരു ജ്യോത്സ്യന്റെ അടുക്കലേക്കോ മന്ത്രവാദിയുടെ അടുക്കലേക്കോ പോകാൻ പാടില്ല. അത് ഇസ്ലാം കണിശമായി എതിർത്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതെല്ലാം പ്രശ്നമല്ലാതിരിക്കുന്ന ആളുകളുണ്ട്, ഈ രൂപത്തിൽ പോകുന്ന ആളുകളുണ്ട്. അവരൊക്കെ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തുന്നത്. ഈ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഈ ആളുകളെ ഇത്തരത്തിൽ കൊല്ലുന്നത് മാത്രമല്ല, ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൽപ്പെട്ട എന്താണെന്നറിയോ? ഞാൻ എന്റെ ഈ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ജീവിക്കണം, ഞാൻ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ മക്കൾ കൂടുതലായാൽ എന്റെ ജീവിതത്തിൽ സന്തോഷം കുറയും. മക്കൾ കൂടിക്കഴിഞ്ഞാൽ സന്തോഷം കുറയും, ദാരിദ്ര്യം വരും. അതുകൊണ്ട് ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴേക്ക് അത് അബോർഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. അതൊരു പ്രശ്നമല്ലാതായി. കാരണം എന്താ? ഒരു പക്ഷേ ലിംഗനിർണയം പ്രശ്നമായിരിക്കാം,
അതല്ലാതെ അബോർഷൻ ചെയ്യുന്നത് ഇന്ന് ലീഗലായും ഇല്ലീഗലായിക്കൊണ്ടും പലരും ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാക്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നഹ്നു നർസുഖുകും വഇയ്യാകും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും റിസ്ക് നൽകുന്നത് നാമാണ്. സുബ്ഹാനല്ലാഹ്, എന്നാൽ ആ വാക്ക് എത്ര ഗൗരവമുണ്ട്. എന്നിട്ട് അല്ലാഹു ബാക്കി കൂടി നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? അതിന് എതിരായിക്കൊണ്ട് ഈ മക്കളെ കൊല്ലുക എന്നുള്ളത്, അവരെ കൊല്ലുന്നത് തീർച്ചയായും വലിയ വമ്പിച്ച കുറ്റമാണ്. വലിയ ഒരു കുറ്റമായിട്ടാണ് എണ്ണുന്നത്. ചെയ്യരുത് എന്ന് മാത്രമല്ല, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണെന്ന് പറഞ്ഞിട്ടല്ല പറയാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ വലിയ ഒരു കുറ്റമാണ് ആ ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമ്പിച്ച തെറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോ അതിലൊന്നാമത്തെ എന്താണെന്ന്, അള്ളാഹുവാണ് നിന്റെ റബ്ബായിരിക്കെ, നീ അള്ളാഹ്ക്ക് പുറമെ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, വമ്പിച്ച ഒരു തെറ്റ് എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അൻ തഖ്തുല വലദക മഖാഫത അൻ യതഅമ മഅക. നിന്റെ കൂടെ നിന്റെ കുട്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ ഒരു പേടി കാരണത്താൽ, അവന്റെ കാര്യം നോക്കേണ്ടതില്ലേ എന്ന കാരണത്താൽ ആ കുട്ടിനെ നീ കൊല്ലുക. അത് ആ കുട്ടി വലുതായിട്ട് കൊല്ലുക എന്നുള്ളതല്ല. ഭാര്യയുടെ ഗർഭപാത്രത്തിലായിരിക്കെ കൊല്ലുന്നതും കൊലപാതകം തന്നെയാണ്. വളരെ ഗൗരവമുള്ള വിഷയം. ഒരു പക്ഷേ പല ആളുകളും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ തന്നെ ഇത് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊലപാതകങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കാരണങ്ങളിൽ നാലാമത്തെ ഒരു കാരണം ലഹരി ഉപയോഗം എന്നുള്ളതാണ്. ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അവന്റെ ചിന്തകളും അവന്റെ ഓർമ്മകളും അവന്റെ സ്വബോധവും നഷ്ടപ്പെടുത്തുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ തിന്മകളുടെ മാതാവ് എന്ന നിലക്കും എല്ലാ തെറ്റുകൾക്കുള്ള താക്കോല എന്ന നിലക്കും ഒക്കെ എണ്ണി പറഞ്ഞു. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പാടില്ല. തന്റെ ശരീരം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതില്ലാത്ത ഈ ലഹരിയുടെ കാരണം കൊണ്ടല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു, നമ്മുടെ കേരളക്കരയിൽ രോഗിയായ ഉമ്മയെ കൊലപ്പെടുത്തിയ മകൻ, ക്യാൻസർ പേഷ്യന്റായ ഉമ്മയെ കൊലപ്പെടുത്തിയ മകൻ. എന്തിന്റെ പേരിൽ? ലഹരി കിട്ടാത്തതിന്റെ പേരിൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ സ്വന്തം ബാപ്പാന്റെ കണ്ണ് ചൂഴ്ന്നെടുത്തു ഒരു മകൻ. ഇന്ത്യയിലുള്ള വ്യക്തിയാണ്, പക്ഷെ ചെയ്തത് സൗദി അറേബ്യയിലാണെന്ന് മാത്രം. എന്തിന്റെ പേരിലാണെന്നറിയോ? ആ മകൻ ലഹരിക്കടിമയായിരുന്നു. മകൻ നന്നാവാൻ വേണ്ടിയിട്ട് ബാപ്പ കൊണ്ടുപോയതാ ഗൾഫിലേക്ക്. ഒരു പക്ഷേ രക്ഷിതാക്കളൊക്കെ ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. മക്കൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോ തന്റെ കൂടെ കൂട്ടിയിട്ട് എങ്ങനെങ്കിലും അവരെന്ന് നന്നാക്കണം, അങ്ങനെ കൊണ്ടുപോയതാ ആ പാവം പിതാവ്. പക്ഷേ വാപ്പയെ കെട്ടിയിട്ടിട്ട്, അച്ഛനെ കെട്ടിയിട്ടിട്ട് ആ ചെറുപ്പക്കാരൻ സ്വന്തം വാപ്പാന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു ലോകം. എത്ര വാർത്തകൾ നമ്മൾ കണ്ടു. എല്ലാ കൊലപാതകത്തിന്റെയും ആ ഒരു ഒന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ പറയും അത് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടായിരുന്നു. സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കലാ ലഹരി. സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കുന്നതിന്റെ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലാൻ പാടില്ല. ഇത് പറയുമ്പോ പല ആളുകളും വിചാരിക്കും അത് പിന്നെ ഒരാൾ ആത്മഹത്യ ചെയ്യലാണ്. ആത്മഹത്യ ചെയ്യൽ തെറ്റ് തന്നെയാണ്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അത് മതപരമായി വലിയ കുറ്റമാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്യുന്നത് അതനുസരിച്ചുകൊണ്ട് അവന്റെ നരകത്തിൽ അവൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പക്ഷേ സ്വന്തത്തെ കൊല്ലുക എന്നുള്ളത് ഇന്നും പല ആളുകളും വിചാരിക്കുന്നത് അത് മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മദ്യപിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. എന്നാ പ്രിയപ്പെട്ടവരെ, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലല്ലേ എന്ന് പറയുന്നതിൽ സിഗരറ്റും പെടും. ഒരാൾ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ആ സിഗരറ്റ് പാക്കിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അത് ശരീരത്തിന് ഹാനികരമാണ്. അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിന്റെ പല പരസ്യങ്ങളിലുണ്ട്. മരണത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന്, ശരീരം നശിപ്പിക്കുന്നതെന്നാണെന്ന്,
ശരീരത്തിന്റെ പല ഭാഗങ്ങൾക്കും ക്യാൻസർ വരുന്നതാണെന്ന്. പക്ഷേ അതൊന്നും വലിയ കുഴപ്പമില്ല, അതൊന്നും വലിയ പ്രശ്നമല്ല. നിങ്ങൾ നിങ്ങളെ കൊല്ലല്ലേ. ഇതെന്റെ വാചകല്ല, അല്ലാഹ് പറയണം. നമുക്കൊരുപാട് ന്യായങ്ങളുണ്ടാകും. ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഏതൊരു തെറ്റ് ചെയ്യുന്ന ആളുകൾക്കും ന്യായങ്ങളുണ്ടാകും. പക്ഷേ ആ ന്യായങ്ങൾ അള്ളാന്റെ മുന്നിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഈ ഓരോ കാരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടും ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമൂഹത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ എണ്ണി പറഞ്ഞത്. കാരണങ്ങൾ പറയാനും പ്രശ്നങ്ങൾ പറയാനും എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ എന്താണ് പരിഹാരം? ആ പരിഹാരത്തിലാണ് പല ആളുകളും പിന്നിലേക്ക് നിൽക്കാറുള്ളത്. ആ ഒരു പരിഹാരം തൽക്കാലം നമുക്ക് വേണ്ട. ഈ ഒരു പരിഹാരം നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കഴിയൂല. ഈ ഒരു പരിഹാരം നമുക്ക് ഇവിടെ പ്രായോഗികമല്ല. ഇങ്ങനെ പല പരിഹാരങ്ങളും ഒഴിവാക്കുന്നുണ്ട്. എന്നാൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ കൊലപാതകം നടത്തുന്ന ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിന്റെ പരിഹാരം? ഒന്നാമത്തെ പരിഹാരം എന്താണെന്നറിയോ? കൊലപാതകം ചെയ്തവന് കഠിനമായ ശിക്ഷ ഈ നാട്ടിലുണ്ട് എന്ന ബോധ്യപ്പെടലുണ്ടാവരുത്. അതിന് കഠിനമായ ശിക്ഷ കിട്ടും. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ ഒരു വാചകം എടുത്തു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ബിൽ ഖത്ല. കൊലപാതകത്തിന്റെ കാര്യത്തിൽ അർഹിച്ച ഒരു ശിക്ഷ, കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതന്ത്രന്റെയും അതേപോലെ തന്നെ അടിമയുടെയും സ്ത്രീയുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ട് ഈ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വെക്കണതെന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ ഒരു വാചകം മതി പലരുടെയും കണ്ണ് തുറയാൻ. ആ ഒരു വാചകം എടുത്താൽ മതി പല തിന്മകളും കുറയാൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഈ രൂപത്തിൽ കൊന്നവനെ കൊല്ലുക എന്നുള്ളത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തു യാ ഉലിൽ അൽബാബ്. അല്ലയോ ബുദ്ധിമാന്മാരെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുക. ആ ബുദ്ധിമാന്മാരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം, തുല്യ ശിക്ഷ നൽകുന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പുള്ളത്. തുല്യ ശിക്ഷകൾ കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എത്ര വലിയ നേതാവാണെങ്കിലും ശരി, കൊന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടും എന്ന ചിന്ത ഉണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും അതിനാരും ഇറങ്ങൂല. ഇന്നെല്ലാവരും ഈ വിഷയത്തിൽ ഒരു പേടിയില്ലാതെ ഇറങ്ങുന്നതിന്റെ മാക്സിമം 3 മാസല്ലേ, അല്ലെങ്കിൽ 1 കൊല്ലല്ലേ, അല്ലെങ്കിൽ 8 കൊല്ലം, മാക്സിമം 8, ഇനി 12 കൊല്ലാണെങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് കൊലപാതകം ചെയ്തു എന്ന് കോടതിയുടെ മുന്നിൽ പോലും യാതൊരു മടിയുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറയുന്ന ആളുകൾ. ഓരോ ആളുകളുടെ മുഖം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക. അവർ കേസ് ചെയ്തത്, അവരുടെ പേരിൽ കേസുള്ളത് ഏതെങ്കിലും ഒരു പെറ്റി കേസല്ല. അങ്ങേറ്റം വലിയ കുറ്റകരമായ ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുക എന്ന തെറ്റ് ചെയ്തിട്ട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ആളുകൾ, പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളോട് സംസാരിക്കുന്ന ആളുകൾ, വിജയത്തിന്റെ ചിഹ്നം കാണിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുന്ന ആളുകൾ. എന്താണ് അവർ നൽകുന്ന സന്ദേശം? നിങ്ങൾക്ക് എന്തും ഈ നാട്ടിൽ ചെയ്യാം, ആർക്കും ആരെയും എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. കാരണം അതിനുള്ള വിജയിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളോട് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. രണ്ടാമത്തെ ഒരു പരിഹാരം എന്താണെന്നറിയോ? പരലോകബോധം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? സമ്പത്തുണ്ടോ? രക്ഷപ്പെടാ. സ്വാധീനമുണ്ടോ? രക്ഷപ്പെടാ. രാഷ്ട്രീയക്കാരനാണോ? രക്ഷപ്പെടാ. പല നിലക്കും രക്ഷപ്പെടാ. പക്ഷേ അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയൂല.
ഇവിടുന്ന് ചെയ്യുന്ന ഓരോ തെറ്റുകുറ്റങ്ങളുടെ പേരിലും, പ്രത്യേകിച്ച് രക്തം ചിന്തിയതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കൽ വരുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവ്വലു മാ യുഖ്ളാ ബൈനൻ നാസി ബിദ്ദിമാ, ആദ്യമായി കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പരിഹാരം തീർക്കുന്നത് എന്തിന്റെ വിഷയത്തിലാണെന്നറിയോ? രക്തം ചിന്തിയ കാര്യത്തിന്റെ പേരിലാ. മറ്റൊരുത്തന്റെ രക്തം ചിന്തിയിട്ടുണ്ടോ? മറ്റൊരുത്തന്റെ രക്തം നമ്മുടെ കൈകളിലായിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ പേരിലാണ് ആദ്യം അള്ളാന്റെ അടുക്കൽ വിധി തീർപ്പാക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ പ്രവാചകന്മാർ പോലും പേടിച്ചിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, നാളെ പരലോകത്ത് ശഫാഅത്ത് നടത്താൻ വേണ്ടി ആളുകൾ ഓരോ പ്രവാചകന്മാരുടെ അടുക്കലേക്കും ചെല്ലും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്കൊക്കെ പോയി പിന്നീട് ആളുകൾ ചെല്ലുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്കാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഖലീമുള്ളയാണ്, അള്ളാഹു സംസാരിച്ച വ്യക്തിയാണ്, അള്ളാഹു ഒരുപാട് പദവികൾ നൽകിയിട്ടുള്ള ആളാണ്. എല്ലാം അദ്ദേഹത്തോട് എണ്ണി പറയും. എന്നിട്ട് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് നടത്തുമോ? ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു വാചകമുണ്ട്. കൊലപാതകത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കോ. മൂസാ നബി അലൈഹി ഇസ്ലാം പറയാണ്, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ലബ് ഖബ്ലഹു മിത്ലഹു. എന്റെ റബ്ബിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ വല്ലാത്ത ബേജാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇന്ന് ദേഷ്യപ്പെട്ടതുപോലെ വേറൊരു ദിവസത്തിലും ദേഷ്യപ്പെട്ടിട്ടില്ല, ഇനി ഒരിക്കലും ദേഷ്യപ്പെടില്ല. കാരണം എന്താണെന്നറിയോ? മൂസാ നബി അലൈഹി ഇസ്ലാം പറയാണ്, വലം യഗ്ലബ് ബഅദഹു മിത്ലഹു വ ഇന്നി ഖതൽതു നഫ്സൻ ലൗ ഉമറ ബിഖത്ലിഹാ. ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്, എന്നോട് കൽപ്പിക്കപ്പെട്ടതല്ല അത്, പക്ഷെ സംഭവിച്ചു പോയി. അതിന്റെ പേരിൽ എനിക്ക് പേടിയാ. വിശുദ്ധ ഖുർആൻ വായിക്കുന്ന നമുക്കറിയാം, മൂസാ നബി അലൈഹി ഇസ്ലാം അയാളെ കൊല്ലണമെന്ന് വിചാരിച്ചുകൊണ്ട് അടിച്ചതല്ല. രണ്ടാളുകൾക്കിടയിൽ തർക്കമുണ്ടായപ്പോൾ അതിന്റെ പരിഹാരം എന്നോണമെന്ന് തള്ളി. ആ ഒരു ഇടയിൽ സംഭവിച്ച ഒരു കാര്യം കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ പേരിൽ അള്ളാഹു എന്നോട് അങ്ങേയറ്റത്തെ ദേഷ്യത്തില. ഒരു പ്രവാചകൻ ആ വാചകം പറയുന്നുണ്ടെങ്കിൽ ഈ കൊലപാതകം ചെയ്യുന്ന ആളുകളൊക്കെ നാളെ പരലോകത്ത് എന്തായിരിക്കും റബ്ബിന്റെ മുന്നിൽ പറയാം? അതിന് ഗൗരവം കൂടുതലാണ് പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ കൊലപാതകം ചെയ്ത ആളുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അവരെ താരപ്പൊലിയും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു പ്രിവിലേജ്, അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന, അതില്ലാതാക്കണം സമൂഹം. സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കേണ്ടതാണ്. അതിൽ മുന്നിൽ നിൽക്കേണ്ടത് രാഷ്ട്രീയക്കാരാണ്. കാരണം തങ്ങളുടെ പാർട്ടിക്കാരൻ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല, മറ്റൊരുത്തൻ ചെയ്യുമ്പോഴേക്ക് അതിന് വലിയ പ്രശ്നങ്ങളായി കാണുന്ന ആളുകൾ. അത് തിരുത്തണം പ്രിയപ്പെട്ടവരെ. മറ്റു പാർട്ടിക്കാരനാണെങ്കിലും സ്വന്തം പാർട്ടിക്കാരനാണെങ്കിലും ജീവന്റെ വില എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. എല്ലാവരുടെയും പുറത്തേക്ക് വരുന്ന രക്തത്തിന്റെ കളർ ഒന്ന് തന്നെയാണ്. അവിടെ മറ്റൊരുത്തന്റെ ആശയമോ അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ പാർട്ടിയുടെ എണ്ണമൊന്നും നോക്കിയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ ഒരു വിഷയം, ലഹരി ഇല്ലാതാക്കുക. അതിന് ഒരു സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോ ഏതൊരവസ്ഥയിലാണ് ഈ സമൂഹം ഏറ്റെടുക്കുക എന്നുള്ളത് അറിയൂല. ലഹരി പറ്റൂല എന്ന് പ്രഖ്യാപനം നടത്തുന്ന ആളുകൾ, അതിനുവേണ്ടി സ്കൂളുകളുടെ ചുമരുകളിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി സ്കൂളുകളിൽ പ്രത്യേകം പ്രോഗ്രാമുകൾ നടത്തുന്ന ആളുകൾ, അതിനുവേണ്ടി പ്രത്യേകം യുവാക്കളെ കൂട്ടായ്മകൾ നടത്തുന്ന ആളുകൾ, എന്നാൽ അതേ ആളുകൾ തന്നെ യാതൊരു ലജ്ജയുമില്ലാതെ ഈ സമൂഹത്തിലേക്ക് ലഹരി വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. ലഹരി നിർത്തലാക്കുമെന്ന് പറഞ്ഞ ആളുകളാണവർ, ലഹരി ഒഴിവാക്കുമെന്ന് പറഞ്ഞ ആളുകളാണവർ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പാലക്കാട്ടുകാരായതുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു പാലക്കാട് കോയമ്പത്തൂരിൽ നിന്നിട്ട് വരുന്ന ഭാഗത്ത് പലപ്പോഴും നമ്മൾ പത്രത്താളുകൾ കാണുന്നുണ്ട് ഒലവക്കോട് വെച്ചുകൊണ്ട് പിടിക്കപ്പെടുന്ന കഞ്ചാവിന്റെ കണക്കുകൾ. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന സമയത്ത്, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് എത്രയോ ആളുകളെ MDMA പിടിച്ചുകൊണ്ട് പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു. 3 മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും പുറത്ത്. ചില ആളുകളുടെയൊക്കെ വാർത്തകൾ വായിക്കുമ്പോ അത്ഭുതവും തമാശയും തോന്നുക. ഇവരെ 3 തവണ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇത് 4ാമത്തെ തവണയാണ് പിടിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രശ്നമില്ല, എന്തും ചെയ്യാം. ലഹരി എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ലാതെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു മുസ്ലിം എന്ന നിലക്കല്ല ഞാൻ ഈ പറയുന്നത്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കളെ ഇത് ബാധിക്കും, നമ്മുടെ കുടുംബത്തെ ഇത് ബാധിക്കും, നമ്മുടെ സമൂഹത്തെ ഇത് ബാധിക്കും. സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. സ്വബോധമില്ലാത്ത ആളുകൾ വന്ന് കൊലപ്പെടുത്തുന്ന എത്ര വാർത്തകൾ കേൾക്കുന്നു. ഇപ്പോഴും സമൂഹം ഉറക്കത്തിലാണ്.
ഇപ്പോഴും സമൂഹം അത് എന്നെ ബാധിക്കുന്നതല്ല, അത് ഞാൻ ചെയ്യേണ്ടതല്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കെട്ടായി പാർട്ടിയുടെ നീളമോ പാർട്ടിയുടെ കൊടിയുടെ കളറോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു മുസ്ലിം എന്ന നിലക്കും ഒരു മനുഷ്യൻ എന്ന നിലക്കും നമ്മുടെ കടമയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള നന്മകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണം. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ജീവിതത്തിൽ മാറണം എന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ പള്ളിയുടെ പണി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ പള്ളിയെ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് പറയാനുള്ള കാരണം, ഒരുപാട് ആളുകൾ യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ കുത്തുബകൾ കേൾക്കുന്നുണ്ട്. അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. വലിയ ബാധ്യതകൾ നമ്മുടെ പള്ളിയുടെ വിഷയത്തിലുണ്ട്. ഈ ഒരു റമദാനാകുമ്പോഴേക്കെങ്കിലും ഇതൊന്ന് ഏറ്റവും വേഗത്തിൽ തീർക്കണമെന്ന വലിയ ഒരു ആഗ്രഹം ഇതിന്റെ ആളുകൾക്കുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് നമ്മളിപ്പോൾ കൊടുത്തതിന്റെ ഇരട്ടിക്കരട്ടിയായി പടച്ചോൻ നാളെ പരലോകത്ത് നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്ന ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കുന്നതാണ്. ഒരു കുരുവിക്കൂടിൽ എന്തായാലും അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല, പക്ഷെ ഒരാൾ അത്രേ കഴിയുള്ളൂ അയാൾക്ക്. എന്നാൽ അതെങ്കിലും ഒരു പള്ളിയുടെ കാര്യത്തിൽ നമ്മളെല്ലാം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരു പക്ഷേ നമ്മളൊന്നുകൂടി ഇറങ്ങിയാൽ മാത്രമായിരിക്കും ഇതൊന്ന് വേഗത്തിൽ തീർക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ എന്റെ മുഴുവൻ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ പരലോകത്തിനു വേണ്ടി ഇതുപോലുള്ള ഓരോ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആനുകാലിക വിഷയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിവിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതൊക്കെ ഒട്ടേറെ ആളുകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ നന്മക്ക് കാരണമായി തീരുന്ന ഒരു സംരംഭമാണ് ശരിക്കും പള്ളി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പള്ളിയെ സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.